ഹായ് ഐ എം ഡോക്ടർ നിഷാദ്. നമ്മൾ വായിൽ വെച്ചിട്ടുള്ള ക്രൗൺസ് അല്ലെങ്കിൽ ക്യാപ്സ് ഇതെല്ലാം ബ്രോക്കൺ ആവാറുണ്ട്, അതായത് പൊട്ടാറുണ്ട്. ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ടൂത്ത് ഇസ് നോട്ട് എ ടൂൾ. അതായത് നിങ്ങൾ പല്ലിനെ ഒരിക്കലും ഒരു ടൂളായിട്ട് സങ്കല്പിക്കരുത്. ബോട്ടിൽ പൊട്ടിക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അധികം കട്ടിയുള്ള കവറുകൾ ഇത് വെച്ച് വലിക്കാൻ ശ്രമിക്കുക. ഇതുമൂലമെല്ലാം പല്ല് ബ്രോക്കൺ ആവാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, ഇമ്പാക്റ്റ് ഫോഴ്സ്. കാരണം നമ്മൾ പല്ലിനെക്കാട്ടിലും സ്ട്രെങ്ത്തുള്ള ഒരു സാധനം വെച്ച് ബൈറ്റ് ചെയ്യുക, അതായത് ബോൺസ്, മട്ടൻ്റെ എല്ല്, ചിക്കൻ സെല്ലിൻ്റെ എല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ കടിക്കുന്നതും. മൂന്നാമത്തെ ഹാബിറ്റ്, നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ്, അല്ലെങ്കിൽ നൈറ്റിൽ ഗ്രൈൻഡ് ചെയ്ത് കിടക്കുന്ന സ്വഭാവമുള്ള ഒരു ഹാബിറ്റ്. ഇതുമൂലം ക്രൗൺ ബ്രോക്കൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുവിധം എല്ലാ ക്രൗണുകൾക്കും ഗ്യാരണ്ടി പീരീഡ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഗ്യാരണ്ടി ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഇതുപോലെ അശ്രദ്ധമായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രോക്കൺ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒറിജിനൽ പല്ലും ബ്രോക്കൺ ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക. അതുപോലെ 6 മന്തിൽ 1 ഇയർ കൂടുമ്പോൾ ഡോക്ടറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി ഇത് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാനും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക.